നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഹപ്രവർത്തകരുടെ യാത്രായോഗത്തിൽ പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഉചിതമായ മാറ്റങ്ങൾ വരുത്തി പ്രസംഗം തയ്യാറാക്കുമല്ലോ. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ആദരണീയ വ്യക്തികളെ, പ്രിയ സഹപ്രവർത്തകരെ, ഇന്നത്തെ ഈ യാത്രായോഗത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സുനിൽ സാറെ, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം. ജീവിതത്തിൽ ചില കൂടിച്ചേരലുകൾ കാലത്തിനു പോലും മായ്ക്കാൻ കഴിയാത്ത ഓർമ്മകളായി മാറാറുണ്ട്. ഇന്ന് അത്തരമൊരു വൈകാരിക അനുഭവത്തിന്റെ നേർസാക്ഷികളായി നമ്മൾ മാറിയിരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് യാത്രയയപ്പ് നൽകുക എന്നതിനപ്പുറം ഒരു സഹപ്രവർത്തകനെ മാത്രമല്ല, നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ ഒരു പതിവിനെയും ഒരു ചിരിയെയും ഒരു സാന്നിധ്യത്തെയും ഒരു ആത്മബന്ധത്തെയുമാണ് നാം ഇന്ന് യാത്രയാക്കുന്നത്. കവിമൊഴി പോലെ ചില ആളുകൾ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കാലാവധിയിലേക്ക് മാത്രമല്ല, ഒരു സ്വാധീനമായി തുടരാനാണ്. ഇന്ന് ഇവിടെ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുന്ന പ്രിയ സുനിൽ സാർ അത്തരമൊരു വ്യക്തിത്വമാണ്. നമ്മളെ സംബന്ധിച്ച് ഓഫീസ് എന്നത് ഫയലുകളും മേശകളും ജോലികളും മാത്രം ചേർന്ന ഒരു സ്ഥലമല്ല. അവിടെ മനുഷ്യബന്ധങ്ങളുണ്ട്. ഒരുമിച്ച് നമ്മൾ കുടിച്ച ചായകളുടെ മധുരമുള്ള ഓർമ്മകളുണ്ട്. ജോലിഭാരങ്ങൾക്കിടയിലെ തമാശകളുണ്ട്. പ്രതിസന്ധികളിൽ തോളോട് തോൾ ചേർന്ന് നിന്ന നിമിഷങ്ങളുണ്ട്. അത്തരം ഓർമ്മകളുടെ കൂട്ടായ്മയാണ് ഒരു തൊഴിൽ സ്ഥലത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം. പ്രിയ സാർ, താങ്കളുടെ ചെലവഴിച്ച വർഷങ്ങൾ ഒരു ഔദ്യോഗിക ജീവിതത്തിന്റെ കണക്ക് മാത്രമല്ല. നിങ്ങൾ ഇവിടെ വിതച്ചത് സ്നേഹവും ആത്മാർത്ഥതയും സൗഹൃദവുമാണ്. ചിലർ ജോലികൾ നന്നായി പൂർത്തിയാക്കും, ചിലർ അതോടൊപ്പം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇടം നേടും. താങ്കൾ രണ്ടും ചെയ്ത വ്യക്തിയാണ്. MD വാസുദേവൻ നായർ എഴുതിയ ഒരു വരിയുണ്ട്: മനുഷ്യർ യാത്ര പോകുമ്പോൾ വഴികളിൽ അടയാളങ്ങൾ ബാക്കിയാക്കും. താങ്കളുടെ സാന്നിധ്യവും ഈ സ്ഥാപനത്തിൽ അത്തരമൊരു അടയാളമായി തുടരും. ഓരോ ദിവസവും നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില വ്യക്തികളും സാഹചര്യങ്ങളും നമ്മെ ജീവിതം തന്നെ പഠിപ്പിക്കും. പ്രതിസന്ധികളിൽ ശാന്തത പാലിക്കാൻ, ജോലിയിൽ ആത്മാർത്ഥത പുലർത്താൻ, മറ്റുള്ളവരെ മാനിക്കാൻ, ചിരിച്ചുകൊണ്ട് ബുദ്ധിമുട്ടുകളെ നേരിടാൻ, അങ്ങനെ ഒരുപാട് പാഠങ്ങൾ സാറിൽ നിന്ന് നമ്മൾ പഠിച്ചു. സഹപ്രവർത്തകർ എന്ന വാക്കിന് ഒരു ഔദ്യോഗിക ഭാവമുണ്ട്. പക്ഷേ നാൾതോറും അത് നല്ല സൗഹൃദങ്ങളായി മാറും, ആത്മബന്ധങ്ങളായി വളരും. അതുകൊണ്ടാണ് യാത്രയയപ്പ് നിമിഷങ്ങൾ മനസ്സിനെ അല്പം ഭാരപ്പെടുത്തുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഹൃദയങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. താങ്കളുടെ സ്നേഹവും ലാളിത്യവും സഹകരണ മനോഭാവവും എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും നിലനിൽക്കും. ജീവിതം ഒരു നീണ്ട യാത്രയാണ്. അതിൽ ചിലർ കുറച്ചു ദൂരം നമ്മോടൊപ്പം നടക്കും, ചിലർ നമ്മെ ചിരിപ്പിക്കും, ചിലർ നമ്മെ പ്രചോദിപ്പിക്കും, ചിലർ പോകുമ്പോൾ ഒരു ശൂന്യത ബാക്കിയാകും. ഇത്തരം സമ്മിശ്ര വികാരങ്ങൾക്ക് മീതെയാണ് നാം ഇപ്പോൾ. പലപ്പോഴും വേദന നിറഞ്ഞാണെങ്കിലും യാത്രയയപ്പുകൾ പുതിയ തുടക്കങ്ങൾ കൂടിയാണ്. ഒരു പുസ്തകത്തിന്റെ ഒരധ്യായം അവസാനിക്കുമ്പോൾ മറ്റൊന്ന് തുടങ്ങുന്നത് പോലെ ജീവിതവും പുതിയ വഴികളിലേക്ക് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സുനിൽ സാർ, ഇവിടെ നിന്നുള്ള താങ്കളുടെ പുതിയ ജീവിതയാത്ര സന്തോഷപൂർണ്ണമാകട്ടെ. പോകുന്നിടത്തെല്ലാം സാറിന്റെ ആത്മാർത്ഥതയും പ്രകാശമുള്ള വ്യക്തിത്വവും പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കട്ടെ. ഇന്ന് ഈ വേദിയിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഹൃദയം നിറഞ്ഞ നന്ദിയാണ്. ഞങ്ങളോടൊപ്പം നിന്നതിന്, സഹായിച്ചതിന്, പ്രചോദനമായതിന്, ചിരികൾ സമ്മാനിച്ചതിന്, ഈ സ്ഥാപനത്തിന്റെ ഓർമ്മകളിൽ ഒരിക്കലും മായാത്ത ഒരിടം സ്വന്തമാക്കിയതിന്. അവസാനമായി രവീന്ദ്രനാഥ ടാഗോറിന്റെ മനോഹരമായ ഒരു ചിന്ത ഓർക്കുന്നു: വിട പറയരുത് എന്ന് പറയുന്നത് ദുഃഖമാണ്, വീണ്ടും കാണാം എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. അതിനാൽ ഇതൊരു വിടപറച്ചിൽ മാത്രമല്ല, വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ ഒരു നിമിഷവുമാണ്. താങ്കളുടെ മുന്നോട്ടുള്ള എല്ലാ ജീവിതപാതകളും
ആരോഗ്യവും സന്തോഷവും സമാധാനവും നേട്ടങ്ങളും നിറഞ്ഞതാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി.